ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, 18 വയസ്സിന് ശേഷമുള്ളവർ ട്രേഡ് ചെയ്താൽ മതി. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ളതാണ്. നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല ഇതോടുകൂടി മാത്രം ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് പ്രാക്ടീസാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കി തരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇൻഡിക്കേറ്ററിലേക്ക് പോവുക. ഇൻഡിക്കേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് പാരബോളിക് സാർ എന്ന് പറഞ്ഞത് ഉണ്ടാവും. ഇവിടെ ഒരു കാരണം കാണാം. ഓക്കെ, ഇവിടെ 0.02 അതേപോലെ തന്നെ 0.2 ആക്സിലറേഷനും മാക്സിമം ആക്സിലറേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്സിലറേഷൻ നമ്മൾ ഇവിടെ 4 ആക്കുക. ഓക്കെ, ഒരു ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് യെല്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു യെല്ലോ വരുന്ന ഒരിതാണ്, കണ്ടില്ലേ നിങ്ങൾ? താഴെ വരുന്നു, മേലെ വരുന്നു. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ട്രേഡ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. പാരബോളിക് സാർ, ഇത് പാരബോളിക് സാർ എന്നാണ് ഇതിന് പറയുക. ഈ പാരബോളിക് സാർ മേലെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോവുകയും ഇത് താഴെയാണെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഇൻഡിക്കേഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ ഇതിപ്പോൾ എവിടെയാണ്? ഈ പാരബോളിക് ഇതെവിടെയാണ്? താഴെയാണ്. അപ്പം നമ്മൾ മുകളിലേക്ക് ഒരു എൻട്രി എടുക്കണം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ ഇത് താഴെയാണ്. താഴെയാണെന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുക എന്നാണ് ഇവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്? ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം ഇത് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. നമുക്ക് പഠിക്കാൻ 1 മിനിറ്റ് മതി, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതൊക്കെ. ഞാനിവിടെ മുകളിലേക്കൊരു എൻട്രി എടുത്തു. എന്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് എൻട്രി എടുത്തു? എന്തുകൊണ്ടെടുത്തു? എൻ്റെ പാരബോളിക് സാർ ഇത് ഈ സാധനം എന്താ അവിടെ? താഴെയാണ്. എന്നോട് എന്താ ഇൻഡിക്കേഷൻ വന്നേക്കണത്? ഇത് മുകളിലേക്ക് പോകാനാണ്, മുകളിലേക്ക് ട്രേഡ് എടുക്കാനാണ് ഇൻഡിക്കേഷൻ തന്നേക്കണത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് കുറേ ബാക്ക് ടെസ്റ്റ് ചെയ്തെടുത്ത് നോക്കാം. ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. മാക്സിമം നിങ്ങൾ നോക്കുക. ഞാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് എനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് എന്താ പറയുക, അതുമാത്രമല്ല നല്ല ട്രേഡിംഗ് ആയിരുന്നു. ഞാൻ രാത്രിയൊക്കെ ഇന്നലെയൊക്കെ ഉറങ്ങിയൊക്കെ സമയത്ത് 2 ആയപ്പോഴാണ് ഉറങ്ങിയത്. ഓക്കെ, സോ ബിറ്റ് കോയിൻ ട്രേഡിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറക്കക്ഷീണവും കാര്യങ്ങളും ഇന്ന് ഫുള്ള് ട്രേഡിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ പോലും എന്നെ കിട്ടാത്തത്. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് പൈസ ഇട്ടിട്ട് ഒരു സ്ട്രാറ്റജി കിട്ടി, അബി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രാറ്റജി വെച്ച് ഇതങ്ങോട്ട് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അങ്ങോട്ട് പൈസ കണ്ടോ പ്രോഫിറ്റ് കിട്ടി. അങ്ങോട്ട് എന്താ പറയുക റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഇപ്പം തന്നെ പൈസ വരാം എന്നുള്ളത് ചിന്തിക്കരുത്. അത് മണ്ടത്തരമാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവും? നന്നായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ വാല്യൂ മാത്രം ഞാൻ ജസ്റ്റ് വാല്യൂ ഒരു 0.04 മറ്റേത് 0.02. ഓക്കെ, അത് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ബാക്കോട്ട് അടിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബോളിക് സാറിനോട് ഇതിനോട് അടുത്ത് വരുമ്പോൾ, ഓക്കെ, ഇതുകൊണ്ട് ഇത്രയും അടുത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാൻഡ് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു മാഗ്നറ്റിക് പോലെയൊക്കെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിലേക്ക് എന്നാൽ ബോളിഞ്ചർ ബാൻഡിലേക്ക് എങ്ങനെയാണ്? നമ്മൾ അടുത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ വിട്ട് പോകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിന്ന് അകന്നു, ഇതിന്ന് എത്രത്തോളം അകന്നു പോകുന്നുണ്ടോ പാരബോളിക് സാറിൻ്റെ അടുത്ത് ഇതിന്ന് എത്രത്തോളം അകന്നു പോകുന്നുണ്ടോ അപ്പോഴാണ് നമ്മൾ ട്രേഡ് കൂടുതൽ കൺഫേം ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മുകളിലാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ടുള്ള എന്ന് വെച്ചാൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുക.
ബാലബളി സാറ് താഴെയാണെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡ് എടുക്കുക. ഓക്കെ, വളരെ സിമ്പിളല്ലേ, അധികം ഞാൻ വലിച്ചു നിരുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും.